ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് AFCAT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 1-ലെ ഇംഗ്ലീഷ് ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മറ്റ് സബ്ജക്റ്റുകളെ പോലെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊരു മോഡൽ മാത്രമായിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് പാരഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. സോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അതിൽ 3-4 ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. സോ ക്വസ്റ്റ്യൻ 4-9 ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് എഗെയിൻസ്റ്റ് ഈച്ച് നമ്പർ. സോ അപ്പോൾ ഈ പാരഗ്രാഫിൽ വിട്ടുപോയ ഭാഗത്ത് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് താഴെ നൽകിയിട്ടുണ്ട്. സോ പാരഗ്രാഫ് നോക്കാം. ആസ് ഹോം എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ഈസ് റാപ്പിഡ്ലി ബിക്കം മോർ ഡാഷ് ദാൻ എനി അതർ ഫോം. സോ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്, പോപ്പുലർ, പവർഫുൾ, പേർപ്പസ്ഫുൾ. സോ ഇവിടെ കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, പോപ്പുലർ. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത്? ആസ് ഹോം എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ഈസ് റാപ്പിഡ്ലി ബിക്കം മോർ പോപ്പുലർ ദാൻ എനി അതർ ഫോം. നെക്സ്റ്റ്, എ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ബിക്കംസ് മോർ ഇമ്മീഡിയറ്റ് വെൻ പീപ്പിൾ ഡാഷ് ആക്ച്വലി സീ ദ സീൻ. സോ ഇവിടെ 5ൻ്റെ അവിടെ വരുന്നത് കുഡ്, വുഡ്, മൈറ്റ്, ഷോള്. ഓപ്ഷൻ എ ആണ്, കുഡാണ് അവിടെ വരുന്നത്. ദെൻ ആക്ച്വലി സീ ദ സീൻ ഡാഷ് ക്വസ്റ്റ്യൻ ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫിഗേഴ്സ്. സോ ഇവിടെ 6ൽ വരുന്നത് ഓഫ്, വിത്ത്, ആസ്, ഇന്ന്. സോ ഓപ്ഷൻ ഡി ആണ്, ഇന്നാണ് അവിടെ വരുന്നത്. അപ്പം ആക്ച്വലി സീ ദ സീൻ ഇൻ ക്വസ്റ്റ്യൻ ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഫിഗേഴ്സ്. നെക്സ്റ്റ്, ഫിലിംസ് കുഡ് ബി വ്യൂഡ് ഇൻ ദ ഡാഷ് ഓഫ് ദ ഹോം ആൻഡ് വെറൈറ്റി ഓഫ് ഷോസ് ആർ ഓൾസോ അവൈലബിൾ. സോ ഇവിടെ 7th വരുന്നത് ഫിലിംസ് കുഡ് ബി വ്യൂഡ് ഇൻ ദ സറൗണ്ടിങ്സ്, അസിസ്റ്റൻസ്, കംഫേർട്ട്, പ്രിവിലേജ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത്, കംഫേർട്ട്. 7 അവിടെ കംഫേർട്ടാണ് വരുന്നത്. സോ നെക്സ്റ്റ്, വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രാവൽ പ്രോഗ്രാംസ് ഇൻ ദ ഡാഷ് ഓഫ് ഫെയർവേ പ്ലേസസ് വിച്ച് മേ വ്യൂവേഴ്സ് വുഡ് നോട്ട് ഡാഷ് സി. സോ ഇവിടെ 8ൻ്റെ അവിടെ വരുന്നത് ഗ്ലിംപ്സസ്, ഇമേജ്, പോർട്രേറ്റ്, പിക്ചർ. സോ 8ൽ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്ലിംപ്സസ്. നെക്സ്റ്റ്, ഡാഷ് വുഡ് നോട്ട് ഡാഷ് സി. അപ്പോൾ അവിടെ വരുന്നത് പോസിബിൾ, റാദർ, എൽസ്, അതർവൈസ്. സോ അവിടെ വരുന്നത് അതർവൈസ് ആണ്. സോ അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രാവൽ പ്രോഗ്രാം ഇൻ ദ ഗ്ലിംപ്സസ് ഓഫ് ഫാർവേ പ്ലേസസ് വിച്ച് മേ വ്യൂവേഴ്സ് വുഡ് നോട്ട് അതർവൈസ് സി. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10 to 13. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. അപ്പോൾ ഈ ഒരു 10 മുതൽ 13 വരെയുള്ളതിൽ സിനോണിമാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വേർഡ് ഇൻട്രാൻസിജൻറ്റിൻ്റെ സിനോണിം ഏതാണ്? ഓപ്ഷൻ എ അതോറിറ്റേറ്റീവ്, ഓപ്ഷൻ ബി ഇംപേഴ്സണൽ, ഓപ്ഷൻ സി സ്ട്രേനസ്, ഓപ്ഷൻ ഡി അൺബെൻഡിങ്. സോ ഇൻട്രാൻസിജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് വിട്ടുവീഴ്ചയില്ലാത്ത, പൊരുത്തപ്പെടാത്ത, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മലയാളത്തിലെ മീനിങ്. സോ അതിൻ്റെ സിനോണിമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അൺബെൻഡിങ് ആണ്. അടുത്ത ചോദ്യം, ഇൻറ്റിമിഡേറ്റിൻ്റെ സിനോണിമായിട്ട് വരുന്നത് മിസ്ലീഡ്, മിസ്പ്ലേസ്, ഫ്രൈറ്റൻ, ഡീമോറലൈസ്. സോ ഇൻറ്റിമിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടുത്തുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഇൻറ്റിമിഡേറ്റിൻ്റെ സെയിം മീനിങ് ആയിട്ട്, നിയറസ്റ്റ് മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫ്രൈറ്റൻ. സോ നെക്സ്റ്റ്,
സ്പൊറാഡിക്കിൻ്റെ സിനോണിമായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. എപ്പിഡമിക്, വയർലിംഗ്, ഒക്കേഷണൽ, സ്റ്റാഗ്നൻറ്റ്. സോ ഇവിടെ സ്പൊറാഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടെ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്, ഒക്കേഷണൽ. സോ ലാസ്റ്റ് ജനസിസിൻ്റെ നിയറസ്റ്റ് മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ സ്റ്റൈൽ, ഓപ്ഷൻ ബി ബിഗിനിങ്, ഓപ്ഷൻ സി മൂവ്മെൻറ്റ്, ഓപ്ഷൻ ഡി റെലവൻറ്റ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ബിഗിനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14-17. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നിയർലി ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. സോ ഇവിടെ 14 മുതൽ 17 വരെയുള്ളതിൽ അതിൻ്റെ ആൻറ്റോണിമാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ 4 ക്വസ്റ്റ്യനാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, മെയിൽ വാലൻറ്റിൻ്റെ ആൻറ്റോണിം എന്താണ്? ഓപ്ഷൻ എ കൈൻഡ്ലി, ഓപ്ഷൻ ബി വാക്കോസ്, ഓപ്ഷൻ സി ആംബിവാലൻറ്റ്, ഓപ്ഷൻ ഡി പ്രിമിറ്റീവ്. സോ ഈ മെയിൽ വാലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മലയാളത്തിലെ മീനിങ് ദുഷ്ടൻ എന്നാണ്. സോ അതിൻ്റെ ആൻറ്റോണിമായിട്ട് വരുന്നത് ഓപ്ഷൻ എ കൈൻഡ്ലി. നെക്സ്റ്റ് പർഗേറ്ററി എന്നതിൻ്റെ ആൻറ്റോണിം ഓപ്ഷൻ എ റിവാർഡ്, ഓപ്ഷൻ ബി സെലസ്റ്റിയൽ, ഓപ്ഷൻ സി ഫ്ലാവ്ലെസ്, ഓപ്ഷൻ ഡി പ്രോക്സിമിറ്റി. സോ ഈ പർഗേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലം, ഒരു നല്ല സ്ഥലം എന്നുള്ളതൊക്കെ ഒരു മീനിങ് ആണ് ഒരു പർഗേറ്ററിക്ക് വരുന്നത്. സോ ഇതിൽ അതിൻ്റെ ആൻറ്റോണിയുമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെലസ്റ്റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യമായ സ്ഥലം, നല്ല സ്ഥലം എന്നൊക്കെയാണ് മീനിങ്. സോ നെക്സ്റ്റ് 16, ക്ലെമൻസി എന്നതിൻ്റെ ആൻറ്റോണിയമാണ് ചോദിച്ചിട്ടുള്ളത്. കോർപ്പോറൽ, ഇൻടോളറൻസ്, ഓപ്ഷൻ സി കോംപ്രമൈസ്, ഓപ്ഷൻ ഡി സെൻസിബിലിറ്റി. സോ ക്ലെമൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയ, ക്ഷമ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ ആൻറ്റോണിയമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസഹിഷ്ണുത എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ നെക്സ്റ്റ് 17, കാജോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുകഴ്ത്തി വശീകരിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഓപ്ഷൻ എ നെസ്റ്റിൽ, ഓപ്ഷൻ ബി സെക്കേഡ്, ഓപ്ഷൻ സി ബുള്ളി, ഓപ്ഷൻ ഡി മോയിസ്റ്റൺ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ഇതിൻ്റെ ആൻറ്റോണിയമായിട്ട് വരുന്നത്. ബുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തി വശീകരിക്കുക, അങ്ങനെ സ്വന്തം ശക്തി ഉപയോഗിച്ച് വശീകരിക്കുക എന്നുള്ളൊക്കെ മീനിങ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18-21. ചൂസ് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഡിഫൈൻ ദ ഗിവൺ ഫ്രേസസ്. സോ ഒന്നാമത്തെ വേർഡ് ഇൻ വീൽ ആൻഡ് വോ, ഓപ്ഷൻ എ ബൈ ഹൂക്ക് ഓർ ക്രൂക്ക്, ഓപ്ഷൻ ബി ഡ്യൂറിങ് ഇൽനെസ്, ഓപ്ഷൻ സി ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി, ഓപ്ഷൻ ഡി ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. സോ ഇൻ വീൽ ആൻഡ് വോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ഹാപ്പിനെസ്സും അല്ലെങ്കിൽ സക്സസ്ഫുള്ളും ദെൻ ആ ഒരു ടൈമിൽ തന്നെ സാഡ്നെസ് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാകുന്നതിനാണ് ഇൻ വീൽ ആൻഡ് വോ. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി. സോ നെക്സ്റ്റ് 19, ഗ്ലോബൽ ട്രോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ പീപ്പിൾ അഗെയിൻസ്റ്റ് ഗ്ലോബൽ ഫിലോസഫി, ബി പീപ്പിൾ ഇൻഡൾജിങ് ഇൻ ട്രീച്ചറി, ഓപ്ഷൻ സി ഇൻ്റലിജൻറ്റ് മൈൻഡ്സ്, ഓപ്ഷൻ ഡി ട്രാവലേഴ്സ് അറൗണ്ട് ദ വേൾഡ്. സോ ഗ്ലോബൽ ട്രോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര, ലോകം മൊത്തം ചുറ്റി കാണുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. സോ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ട്രാവലേഴ്സ് അറൗണ്ട് ദ വേൾഡ്. നെക്സ്റ്റ് എ കർട്ടൻ ലെക്ചറിൻ്റെ ഓപ്ഷൻ എ ടു സ്പീക്ക് പ്ലെയിൻലി, ഓപ്ഷൻ ബി വൾഗർ ഐഡിയാസ്, ഓപ്ഷൻ സി പ്രൈവറ്റ് സ്കോൾഡിംഗ് ഓഫ് എ ഹസ്ബൻഡ് ബൈ ഹിസ് വൈഫ്, ഓപ്ഷൻ ഡി ഹേറ്റ് അതേഴ്സ്. സോ എ കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഹസ്യമായിട്ട് എന്ത് ചെയ്യുക, ഭർത്താവിനെ ഭാര്യ ശകാരിക്കുക. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 21, സ്ക്വയർ പെഗ്സ് ഇൻ റൗണ്ട് ഹോൾസ്. ഓപ്ഷൻ എ ജെനുവലി ഹെൽപ്ഫുൾ പേഴ്സൺ, ഓപ്ഷൻ ബി എ ക്ലവർ പേഴ്സൺ, ഓപ്ഷൻ സി പീപ്പിൾ ഇൻ ദ റോങ് ജോബ്സ്, ഓപ്ഷൻ ഡി ടു ബി
പെർപ്ലക്സ്ഡ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, പീപ്പിൾ ഇൻ ദ റോങ് ജോബ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 to 25. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സോ ഇവിടെ 4 വേർഡ് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇക്വാനിമിറ്റിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ള സ്പെല്ലിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, EQUANIMITY. നെക്സ്റ്റ് 23. വെറ്റിനറിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, VETERINARY. നെക്സ്റ്റ് കൊണോസറിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ സിയിൽ കൊടുത്തിട്ടുള്ളതാണ് ശരി, CONNOISSEUR. നെക്സ്റ്റ് മ്യൂണിഫിസൻ്റ് കറക്റ്റ് സ്പെല്ലിങ് 25th ക്വസ്റ്റ്യൻ ആണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സോ സിയിൽ കൊടുത്തിട്ടുള്ളതാണ് കറക്റ്റ്, MUNIFICENT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26 to 29. വിച്ച് വേർഡ് ഓർ വേർഡ്സ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് ഇഡിയംസ്? ഫസ്റ്റ്, ഇൻ എ ജിഫി. ഓപ്ഷൻ എ ഔട്ട്സ്റ്റാൻഡിങ്, ഓപ്ഷൻ ബി സഡൻലി, ഓപ്ഷൻ സി ഇൻ എ ഫിക്സ്, ഓപ്ഷൻ ഡി അപ്രോപ്രിയേറ്റ്. സോ ഇൻ എ ജിഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സൺ ഒരു ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്യുക, വെരി ക്വിക്ക്ലി, വെരി സൂൺ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സഡൻലി. നെക്സ്റ്റ് അപ് ടു ദ ഹിൽട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി, അപ് ടു ദ മാർക്ക്, ഓപ്ഷൻ സി അപ് ടു ദ ഫൈനൽ ഡിസിഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ അപ് ടു ദ ഹിൽട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആണ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. മാൻ ഓഫ് ലെറ്റർ. ഓപ്ഷൻ എ ഹൂ റൈറ്റ്സ് ടു മെനി ലെറ്റേഴ്സ്, ഓപ്ഷൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ഓപ്ഷൻ സി എ പൊളിറ്റീഷ്യൻ, ഓപ്ഷൻ ഡി എ ലിറ്റററി പേഴ്സൺ. സോ എ മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും പിന്നെ ലെറ്റർ, ലിറ്ററേച്ചർ, റൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ആർട്സ് അതൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെയാണ് മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് സാറ് പറയാറുള്ളത്. സോ അപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള ഓപ്ഷനിൽ ആപ്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ലിറ്റററി പേഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. സാങ് ഫ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ കമ്പോഷർ, ഓപ്ഷൻ ബി ഗോ ഓൺ ലീവ്, ഓപ്ഷൻ സി ചേഞ്ച്ഡ് സഡൻലി, ഓപ്ഷൻ ഡി മേക്ക് ആൻ അറ്റംപ്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കമ്പോഷർ. സോ ഈ ഒരു AFCAT ക്വസ്റ്റ്യൻ സെറ്റ് 1 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. AFCAT എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണുന്നവരേക്കും ജയ് ഹിന്ദ്.